വിഷുവും പടക്കവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ വിഷുവും പടക്കവും തമ്മിലുള്ള കണക്ഷൻ. കാരണം ഞങ്ങളുടെ നാട്ടിൽ വിഷുവിനെ പടക്കം പൊട്ടിക്കാറില്ല. ഞങ്ങൾ ഈ പടക്കം പൊട്ടിക്കുന്നത് നമ്മുടെ ദീപാവലിക്ക് മാത്രമാണ്. ദീപാവലി കഴിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടിക്കുന്ന സംഭവം ഇല്ല. പിന്നീട് അടുത്ത ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുള്ളൂ. പക്ഷേ ഈ വടക്കോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ, വടക്കോട്ട് മാത്രമല്ല കൊച്ചിയിലൊക്കെ പൊട്ടിക്കുമെന്ന് തോന്നുന്നു വിഷുവിന് പടക്കം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന, നമ്മൾ കാണാൻ പോകുന്ന റിപ്പോർട്ടെന്ന് വെച്ചാൽ വിഷു വിപണി ലക്ഷ്യമിട്ട് പടക്കക്കടകൾ സജീവമാകുന്നു എന്നുള്ളതാണ്. ബാഹുബലിയും ഹനുമാൻ ഗദയും ഒക്കെയാണ് പടക്കങ്ങളിൽ ഇപ്പോഴത്തെ ട്രെൻഡ് സെറ്റേഴ്സ്. കാണാം. പടക്കം പൊട്ടിക്കാത്ത ഒരു വിഷുക്കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നിങ്ങൾക്ക് എത്ര തരം പടക്കങ്ങളെ കുറിച്ച് അറിയാം? ഓലപ്പടക്കം, മാലപ്പടക്കം, കമ്പിത്തിരി, മത്താപ്പൂ തുടങ്ങി അങ്ങനെ പട്ടിക നീളും. പക്ഷേ ഇതൊന്നുമല്ല, ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. നമ്മളിപ്പം ഒരു 4 വെറൈറ്റി പടക്കങ്ങളെ കാണിക്കാം. ഇതാണ് ബാഹുബലി. ഇത് ബാഹുബലി വാള് പോലെയുള്ള മാതൃകയാണ്. ഇതിന്റെ ഇവിടെയാണ് കത്തിക്കുക. ഇതൊന്ന്. ഇത് ഹനുമാൻ ഗദ. ഇതും ഇത്തവണത്തെ ഒരു വെറൈറ്റിയാണ്. ഹനുമാൻ ഗദയുടെ ഈ ഭാഗമാണ് കത്തിക്കുക. ഇത് ഹാൻഡ് ഷോട്ട്. ഇതും ഇത്തവണത്തെ ഒരു വ്യത്യസ്ത പടക്കമാണ്. ഇതാണ് വളരെ വർണ്ണാഭമായിട്ടുള്ള മയിൽ പൂത്തിരി. ഇപ്പോൾ ഇതെല്ലാം കാണുമ്പം സ്വാഭാവികമായി നമുക്ക് തോന്നും ഇതെല്ലാം കത്തിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നും. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഇതാണ് ബാഹുബലി വാൾ. ഈ കണ്ടത് മാത്രമല്ല, ഇനിയുമുണ്ട് വേറിട്ട പടക്കങ്ങൾ. ക്രിക്കറ്റ് ബാറ്റ്, ഹാമർ, ടിൻ, ലോട്ടസ്, പേപ്പർ ബോംബ്, ഹാൻഡ് ഷോട്ട്, അങ്ങനെ നീളും. കുട്ടികൾക്ക് സുരക്ഷിതമായി പൊട്ടിക്കാൻ കഴിയുന്ന പടക്കങ്ങൾക്കും ഇത്തവണ പ്രിയം ഏറെയാണ്. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഞങ്ങളിപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളാണ്. എല്ലാ പ്രാവശ്യവും വ്യത്യാസം. ഇപ്രാവശ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ കൈ തള്ളി നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് എടുത്ത് കത്തിക്കുന്ന സമയത്ത് അവർക്കൊരു അപകടം വരാൻ പാടില്ല. അതുപോലെ അവരുടെ കൈക്ക് പൊള്ളലേൽക്കാൻ പാടത്തില്ല. അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാത്രമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ കടകളിൽ കാണുന്ന കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും അത് തന്നെയായിരിക്കും. 100% ഞങ്ങൾ അതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒരു നിമിഷം നേരത്തെ സന്തോഷത്തിനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് പോകുന്നത്. ആ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം നേരത്തെ സന്തോഷം നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻസ് നമ്മൾ ചെയ്യുന്നില്ല. പ്രതീക്ഷിച്ചതിലും വ്യത്യസ്ത പടക്കങ്ങൾ വിപണിയിൽ എത്തിയതിനാൽ വാങ്ങാനെത്തുന്നവരും സന്തോഷത്തിലാണ്. പാലക്കാട് ജില്ലയിൽ പലയിടത്തും നമ്മൾ പടക്കം വാങ്ങിച്ചിട്ടുണ്ട്. ഏറ്റവും വില കുറവും വളരെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സാധാരണ ഒരു 1500 ആ ലെവലിലൊക്കെ ഞങ്ങൾ മേടിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ മേടിക്കുന്ന പടക്കങ്ങൾ അതൊന്നും ഊസി പോകാറില്ല, എല്ലാം പൊട്ടുന്നുണ്ട്. ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ബാറ്റും ചുറ്റിയും കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാനൊരു 15 വർഷം 12 വർഷമായിട്ട് ഇവിടെ തന്നെ എടുക്കാറ്. വേറെ ഏത് കടയേക്കാളും വില കുറവ് ഇവിടെയാണ്. പിന്നെ ഒരെണ്ണം മിസ്സായി പോയില്ല. പതിവ് പോലെ തമിഴ്നാട് ശിവകാശിയിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും പടക്കങ്ങളിൽ 90% എത്തുന്നത്. അപ്പോൾ ഇത്തവണ പടക്കം മേടിക്കുന്നവർക്ക് ഈ വെറൈറ്റി പടക്കങ്ങൾ കൂടി പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.